സിനിമാ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകാൻ ഒരുങ്ങി കേരള ഫിലിം ചേംബർ. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. താരങ്ങൾ സിനിമയ്ക്ക് അവിഭാജ്യ ഘടകമല്ലെന്നും ഫിലിം ചേംബർ. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയും വ്യക്തമാക്കി. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെതിരെ ഫിലിം ചേംബർ നടപടി ഘടിപ്പിക്കുന്നു. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശരിയല്ലെന്നും ഇത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഫിലിം ചേംബർ നോട്ടീസ് അയക്കും. ആന്റണിയുടെ മറുപടിക്ക് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും ഫിലിം ചേംബർ അറിയിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞത് യോഗത്തിന്റെ കൂട്ടായ തീരുമാനമാണ്. ഫെഫ്കയും താരസംഘടനയും ഇല്ലെങ്കിലും സമരം നടത്തുമെന്നും ഫിലിം ചേംബർ അറിയിച്ചു. സിനിമയിൽ ഒരു താരവും അവിഭാജ്യ ഘടകമല്ലെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് പറഞ്ഞു. ചേംബറിന്റെ മുൻ പ്രസിഡന്റായിരുന്നു ജി സുരേഷ് കുമാർ. അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടി എല്ലാവരും സംസാരിച്ചത്, വ്യവസായത്തിന് വേണ്ടിയാണ് അവർ സംസാരിച്ചത്. ഒരു വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 90% വരുന്ന പ്രൊഡ്യൂസേഴ്സിന് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻ പ്രസിഡന്റായ ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ എല്ലാ അഭിനേഴ്സുകളുടെയും സമ്മതത്തോടുകൂടിയ ആ സമരത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് ശ്രീ ആന്റണി പെരുമ്പാവൂർ അതിന് വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്നിവിടെ ചർച്ച വന്ന് വളരെയധികം എല്ലാ മെമ്പർമാരും അതിന് ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാരിനെതിരെയാണ് തങ്ങളുടെ സമരമെന്നും താരങ്ങൾക്കെതിരെ അല്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞു. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. സിനിമയുടെ കളക്ഷൻ പ്രതിമാസം പുറത്തുവിടുന്നത് തുടരും. ആന്റണി പെരുമ്പാവൂരുമായി ഒരു സമവായ ചർച്ചയ്ക്ക് ഇനി സാധ്യതയില്ലെന്നും സുരേഷ് കുമാർ പറഞ്ഞു. ഞങ്ങൾ സമരം ചെയ്യുന്ന ഗവൺമെന്റുമായിട്ടല്ല, താരങ്ങളുമായിട്ടാണ് സമരം ചെയ്യുന്നത്. ഞങ്ങൾ ഗവൺമെന്റിനെതിരെയാണ് സമരം ചെയ്യാൻ പോകുന്നത്. ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കണം, ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഇരിക്കുന്നു. അല്ല, ഇപ്പം മേശയ്ക്ക് ചുറ്റും ഇതും തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോലല്ലോ. ഇതിടുമ്പോൾ അത് ആലോചിക്കേണ്ടിയിരുന്നു, ഇതിടുന്ന സമയത്ത് അത് ആലോചിക്കേണ്ടിയിരുന്നു. അത് പുള്ളി ആലോചിച്ചില്ലല്ലോ. ഇപ്പം ഞാൻ ചെയ്തത് എൻ്റെ സംഘടനയ്ക്കും ബാക്കിയുള്ള സംഘടനയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ്. അതല്ല എന്നും പറഞ്ഞല്ലേ പുള്ളി പോസ്റ്റ് ഇട്ടത്. എന്നെ ആര് ഏൽപ്പിച്ചു എന്നുള്ള ചോദിച്ചിട്ടല്ലേ. എന്നെ ഏൽപ്പിച്ച എൻ്റെ സംഘടനയാണ്. അതുകൊണ്ട് എൻ്റെ സംഘടന എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതേസമയം പ്രതിഫലം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് താരങ്ങൾ കൊച്ചിയിൽ യോഗം ചേർന്നു. സിനിമാ സമരത്തിന് പിന്തുണയില്ലെന്ന് പ്രഖ്യാപിച്ച താരസംഘടന പ്രതിഫല വിഷയത്തിൽ സമവായ ചർച്ച നടത്തുമെന്നും വ്യക്തമാക്കി. അമ്മ മുൻ ഭാരവാഹികളായ മോഹൻലാൽ, സിദ്ദിഖ്, താരങ്ങളായ സുരേഷ് ഗോപി, സായികുമാർ, ടോവിനോ തോമസ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.